സുഹൃത്തുക്കളെ, ഇപ്പോൾ സ്വയം മാറാനുള്ള സമയം വന്നിരിക്കുന്നു. ഒരു ദുർബലന്റെ, ദിശാബോധമില്ലാത്തവന്റെ, ഒരു ലൂസറുടെ ജീവിതം നിങ്ങൾ ഒരുപാട് ജീവിച്ചു. പക്ഷേ ഇനി കഥ മാറും. നിങ്ങളുടെ യഥാർത്ഥ കളി ഇപ്പോൾ തുടങ്ങും. എപ്പോഴാണോ നിങ്ങൾ ഉണരുന്നത് അപ്പോഴാണ് പ്രഭാതം എന്ന് പറയാറുണ്ട്. അതായത് ഇതുവരെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിൽ ഒരു കാര്യവുമില്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ മാറാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഈ വീഡിയോയിൽ എത്തിച്ചേർന്നുവെങ്കിൽ അതിനർത്ഥം മാറ്റത്തിന്റെ തീപ്പൊരി നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു കഴിഞ്ഞു എന്നാണ്. ഇനി നിങ്ങൾ അതിനെ അണയ്ക്കാൻ അനുവദിക്കരുത്. ഒരു ശക്തനായ മനുഷ്യനാവുക എന്നത് എളുപ്പമല്ല, പക്ഷേ അസാധ്യവുമല്ല. മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങും. നിങ്ങൾ സ്വയം മാറിയാൽ മാത്രമേ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയൂ, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ സാധിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാൻ കഴിയൂ. പക്ഷേ ഇതിനായി നിങ്ങൾ ഒരു യുദ്ധം ചെയ്യേണ്ടിവരും. നിങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധം. ഇനി മുതൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭ്രാന്തുണ്ടായിരിക്കണം, ഒരു അഭിനിവേശം, ഒരു തീ. അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ ഒരിക്കലും വ്യതിചലിക്കാൻ അനുവദിക്കരുത്. ഇത്രയേറെ കഠിനാധ്വാനം ചെയ്യുക. ആളുകൾ പറയണം, ഇവന് ഭ്രാന്തായി പോയല്ലോ. ഈ യാത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ധൈര്യം കാണിച്ചാൽ ലോകം കാണും. എങ്ങനെയാണ് ഒരു ദുർബലനായ മനുഷ്യന് സ്വയം ഇത്രയധികം മാറാൻ കഴിയുന്നതെന്ന് ആളുകൾ പറയും. ഇത് ആ പഴയ മനുഷ്യൻ തന്നെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓരോ വ്യക്തിയുടെയും മാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് അവരുടെ ശീലങ്ങൾക്കാണ്. ഇന്ന് ഞാൻ ശിവ് പ്രതാപ് നിങ്ങൾക്ക് ആ ശീലങ്ങൾ തന്നെയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനാൽ തയ്യാറാകൂ. കാരണം നിങ്ങൾ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ഒരിക്കലുമായിരിക്കില്ല. അപ്പോൾ ഓരോന്നായി നമുക്ക് സംസാരിക്കാം. 1. നിങ്ങളുടെ ലക്ഷ്യം നിർവചിക്കുക. ഡിഫൈൻ യുവർ ഗോൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം അപ്പോഴാണ് വരിക നിങ്ങൾക്കായി ഒരു വ്യക്തമായ ലക്ഷ്യം തീരുമാനിക്കുമ്പോൾ. ലക്ഷ്യമില്ലാത്ത ജീവിതം വെറും അലഞ്ഞുതിരിയലായി ചുരുങ്ങിപ്പോകുന്നു. ഓരോ ദിവസവും വെറുതെ കടന്നുപോകുന്നു, പക്ഷേ ഒരു ഠോസമായ നേട്ടവും കയ്യിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോകത്ത് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകൾ മാത്രം മഹത്വമുള്ളവരായി മാറുന്നത്. അവർക്കറിയാം അവർക്ക് എന്തായിരിക്കണം, എവിടെ എത്തണം, ഏറ്റവും പ്രധാനം എന്തിനാണ് എത്തേണ്ടത് എന്ന്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും അലഞ്ഞുതിരിഞ്ഞ് നിങ്ങളുടെ സമയം പാഴാക്കുകയാണോ? നിങ്ങൾക്കെന്തെങ്കിലും ഉറച്ച ഉദ്ദേശമുണ്ടോ, അതോ നിങ്ങൾ വെറുതെ സമയം കളയുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അലഞ്ഞുതിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ഒരു ജോലിയിൽ, അടുത്ത തവണ മറ്റൊന്നിൽ. നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാകില്ല, അഭിനിവേശവും ഉണ്ടാകില്ല. എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ വർഷങ്ങൾ പാഴാക്കി, നിങ്ങളുടെ കയ്യിൽ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം: നിങ്ങൾക്കെന്താവണം? നിങ്ങളുടെ ജീവിതം വെറുതെ കളഞ്ഞു തീർക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ലോകം നിങ്ങളെ അറിയുന്ന, നിങ്ങളെ ആദരിക്കുന്ന, നിങ്ങളുടെ പേര് എപ്പോഴും ഓർമ്മിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അറിയുന്നതുവരെ നിങ്ങൾ ഒരിടത്തുമെത്തില്ല. ലക്ഷ്യം തീരുമാനിക്കുന്നതിലെ ആദ്യപടി അതെഴുതുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഒരു കടലാസിൽ എഴുതുമ്പോൾ അതൊരു ചിന്തയായി മാത്രം നിൽക്കുന്നില്ല, മറിച്ച് ഒരു ഠോസമായ പദ്ധതിയായി മാറുന്നു. എല്ലാ ദിവസവും രാവിലെ ഇത് വായിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ തീ ജ്വലിപ്പിക്കുക. അത് ഓരോ ദിവസവും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ഓർക്കുക, ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ കടലിൽ അലയുന്ന ഒരു വഞ്ചി പോലെയാണ്. അതിന് ഒരു തീരവും കിട്ടില്ല. പക്ഷേ വ്യക്തമായ ലക്ഷ്യമുള്ളവൻ കൊടുങ്കാറ്റുകളെയും ഭേദിച്ച് തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. 2. മോശം ശീലങ്ങൾ ഒഴിവാക്കുക. എലിമിനേറ്റ് ബാഡ് ഹാബിറ്റ്സ്. നിങ്ങളുടെ ജീവിതത്തിലെ മോശം ശീലങ്ങളാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ മഹാനായി മാറ്റാൻ കഴിയുന്ന ശക്തികളുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഈ മോശം ശീലങ്ങൾ കാരണം നിങ്ങൾക്ക് അവ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ചിന്തിക്കൂ, ദിവസം മുഴുവൻ വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? കാമത്തിൽപ്പെട്ട് നിങ്ങളുടെ ഊർജ്ജം നശിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ ആത്മനിയന്ത്രണം എത്രത്തോളം ദുർബലമായി? നെഗറ്റീവ് ചിന്തകൾ വെച്ച് പുലർത്തിയതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം എത്ര കുറഞ്ഞു? മടി കാണിച്ചതുകൊണ്ട് നിങ്ങളുടെ എത്ര സമയം പാഴായി? ഇവരെല്ലാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇവരെ തോൽപ്പിക്കുന്നതുവരെ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ ശക്തി പാഴാക്കുന്നതിനു പകരം അതിനെ നിങ്ങളുടെ വിജയത്തിനായി ഉപയോഗിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന അത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് പുതിയത് എന്തെങ്കിലും പഠിക്കാമായിരുന്നു, സ്വയം മെച്ചപ്പെടുത്താമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്തു ചെയ്തു? വെറുതെ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിങ്ങളുടെ ജീവിതം പാഴാക്കി. നിങ്ങൾക്ക് ശരിക്കും മാറ്റം വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ശീലങ്ങളെ നിയന്ത്രിക്കണം. എല്ലാ മഹത്തായ മനുഷ്യന്റെയും വിജയകഥയിൽ ഒരു കാര്യം പൊതുവായിട്ടുണ്ട്: ആത്മനിയന്ത്രണവും അച്ചടക്കവും. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ലോകത്തൊന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ സ്വയം ഒരു വാക്കു കൊടുക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന എന്തിനേയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങൾ സ്വയം മാറാനുള്ള ആദ്യത്തെ പടി കയറും. 3. നേരത്തെ ഉണരുക. വേക്കപ്പ് ഏർലി. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രഭാതത്തെ മാറ്റണം. വിജയം, പ്രഭാതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവരുടെ കാൽക്കൽ വീഴുന്നു. നിങ്ങൾ കൂടുതൽ സമയം ഉറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചവിട്ടിയരയ്ക്കുകയാണ്.
നിങ്ങളുടെ കയ്യിൽ സമയത്തിന് കുറവില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ സത്യം ഇതാണ്: നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ അത്രയും സമയം തന്നെയാണ് നിങ്ങളുടെ എതിരാളികളുടെ കയ്യിലും ഉള്ളത്. വ്യത്യാസം ഇതാണ്: അവർ ആ സമയം ശരിയായി ഉപയോഗിക്കുന്നു, നിങ്ങളത് പാഴാക്കുന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ യഥാർത്ഥ കളി തുടങ്ങുന്നു. ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ തിരിഞ്ഞുമറിയുമ്പോൾ മറ്റൊരാൾ അവരുടെ സ്വപ്നങ്ങൾക്ക് അടിത്തറയിടുകയാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ഇതാണ്: ഇത് നിങ്ങൾക്ക് ഒരു പ്രത്യേക മാനസിക ശക്തി നൽകുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദിവസം നേരത്തെ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. മിക്ക ആളുകളും ഒഴിവാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, അതായത് അച്ചടക്കവും സമർപ്പണവും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ശക്തമാക്കുന്നു. നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവും ഫോക്കസ്ഡുമാകുന്നു. മറ്റുള്ളവർ എഴുന്നേറ്റ് മടിച്ച് അവരുടെ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടാകും. ഈ ചെറിയ ശീലങ്ങളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പക്ഷേ ഇത് വെറും എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചല്ല, ആ സമയം ശരിയായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ശരീരത്തെ സജീവമാക്കുക. വ്യായാമം ചെയ്യുക, ധ്യാനിക്കുക, നിങ്ങളുടെ ദിവസത്തെ പ്ലാൻ ചെയ്യുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുർബലനായി. നിങ്ങളുടെ മനസ്സ് അതേ നെഗറ്റിവിറ്റികളിലും അനാവശ്യ കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് പ്രഭാതത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കണം. നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള, നിങ്ങളുടെ പ്ലാനിങ്ങിനുള്ള, നിങ്ങളുടെ വിജയത്തിന് അടിത്തറയിടാനുള്ള സമയം. പതുക്കെ പതുക്കെ നിങ്ങളുടെ ശീലത്തിൽ മാറ്റം വരുത്തുക. നിങ്ങൾക്ക് 4 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ അത് ഒരുപക്ഷെ ബുദ്ധിമുട്ടായി തോന്നാം. ആദ്യം 6 മണിക്ക് എഴുന്നേൽക്കുക, പിന്നെ 5 മണിക്ക്, പിന്നെ 4 മണിക്ക്. പതുക്കെ പതുക്കെ നിങ്ങളുടെ ശരീരത്തെ ഇതിനായി തയ്യാറാക്കുക. നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ ശക്തി മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ, വിശ്വസിക്കൂ, നിങ്ങൾക്കിന്ന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നേടാൻ കഴിയും. വിജയം ഒരു മാജിക്കല്ല, ഇത് നിങ്ങളുടെ ദൈനംദിന ചെറിയ ശീലങ്ങളുടെ ഫലമാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ആ ശീലങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നാണ്. അപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ നിങ്ങളുടെ വിധി സ്വയം എഴുതിച്ചേർക്കുമോ അതോ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുമോ? സൂര്യനു മുൻപ് എഴുന്നേൽക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുക. നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. 4. ലക്ഷ്യത്തിൽ തകരാത്ത ശ്രദ്ധ. അൺബ്രേക്കബിൾ ഫോക്കസ് ഓൺ യുവർ ഗോൾ. ഇന്നത്തെ ലോകം ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും സോഷ്യൽ മീഡിയയുടെ ബഹളം, കൂട്ടുകാരുടെ അനാവശ്യ സംസാരം, ബന്ധുക്കളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വിനോദത്തിന്റെ പേരിൽ സമയം പാഴാക്കുന്ന കാര്യങ്ങൾ. ഇവയെല്ലാം നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലുതായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവയെല്ലാം അവഗണിക്കണം. ചിന്തിക്കൂ, നിങ്ങൾ വലിയൊരു സ്വപ്നത്തിലേക്ക് മുന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ ചെറിയ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ വരും. ചിലപ്പോൾ ഏതെങ്കിലും സുഹൃത്ത് വെറുതെ കറങ്ങാൻ വിളിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ മൊബൈലെടുത്ത് മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ഇത് നിങ്ങളുടെ ശീലമായി മാറും. ആവശ്യമുള്ള ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ ഇവരെ തടഞ്ഞില്ലെങ്കിൽ ഈ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കില്ല. നിങ്ങൾക്ക് ശരിക്കും വലുതായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ സ്വയം ചോദിക്കേണ്ടി വരും: ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നെ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഉടൻ തന്നെ അത് ഉപേക്ഷിക്കുക. ലോകത്ത് വിജയിച്ച എല്ലാ ആളുകളും ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അവരുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെന്തു ചെയ്യുന്നു, ഏത് പുതിയ സിനിമ വന്നു, സോഷ്യൽ മീഡിയയിൽ ഏത് ട്രെൻഡിംഗ് വാർത്തയാണ് നടക്കുന്നത് എന്നതിലൊന്നും അവർക്ക് ഒരു കാര്യവുമില്ല. അവർ അവരുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. നിങ്ങളും അതേ ചിന്താഗതി സ്വീകരിക്കണം. നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്വപ്നത്തിൽ അത്രത്തോളം മുഴുകണം, ബാക്കിയുള്ളതെല്ലാം അപ്രസക്തമായി തോന്നണം. നിങ്ങളുടെ ഉള്ളിൽ ഈ അഭിനിവേശം വരുമ്പോൾ, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴും സങ്കൽപ്പിച്ച ആ വ്യക്തിയായി മാറും. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക: നിങ്ങൾ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുമോ അതോ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുമോ? 5. നിങ്ങളുടെ വികാരങ്ങളിൽ പ്രാവീണ്യം നേടുക. മാസ്റ്റർ യുവർ ഇമോഷൻസ്. കോപം, ദേഷ്യം, അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ ശക്തിയെ ഇല്ലാതാക്കുന്ന നെഗറ്റീവ് വികാരങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശാന്തിയും സന്തുലിതാവസ്ഥയും മോഷ്ടിക്കുന്നു. ചിന്തിക്കൂ, നിങ്ങളൊരു ചെറിയ കാര്യത്തിൽ ദേഷ്യപ്പെടുമ്പോഴോ മറ്റുള്ളവരുടെ വാക്കുകളിൽ അസ്വസ്ഥനാകുമ്പോഴോ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവും മാനസിക ശാന്തിയും നഷ്ടപ്പെടുത്തുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഓർമ്മിക്കുക, വികാരങ്ങളിൽ നിയന്ത്രണം നേടുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം നേടാൻ കഴിയും. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായി വയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസവും ശക്തിയും നിലനിർത്തുന്നു. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നയാൾക്ക് സ്വയം തന്റെ വികാരങ്ങളിൽ നിയന്ത്രണമില്ല. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ ആ അവസ്ഥയിൽ വിജയം നേടുകയും മുന്നിലുള്ള ആളെ തോൽപ്പിക്കുകയും ചെയ്യുന്നു.
നിങ്ങളുടെ യഥാർത്ഥ ശക്തി അപ്പോഴാണ് പുറത്തുവരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചിന്തയിലും മനസ്സിലും പൂർണ്ണമായും നിയന്ത്രണം നേടുമ്പോൾ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ദിവസം ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ ക്ഷമ എന്നിവയാൽ എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടക്കാൻ കഴിയുന്ന കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് നിങ്ങളുടെ ശരിയായ ദിശയിലേക്ക് പോകാനുള്ള സമയമാണ്. അവിടെ നിങ്ങളുടെ പൂർണ്ണ ശക്തിയോടും മാനസിക ശാന്തിയോടും കൂടി നിങ്ങൾക്ക് ലോകത്തെ ഭരിക്കാൻ കഴിയും. 6. പ്രതീക്ഷയില്ലാത്ത സ്ഥിരതയും കഠിനാധ്വാനവും. കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് വിതൗട്ട് എക്സ്പെക്ടേഷൻ. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. കഠിനാധ്വാനത്തിന്റെ ഫലം ഉടൻ ലഭിക്കില്ല. നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലം വേഗത്തിൽ ലഭിക്കാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷേ ജീവിതത്തിന്റെ സത്യം ഇതാണ്: ഫലം വരാൻ സമയമെടുക്കും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഉടൻ ഫലം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ വേഗം തോൽവി സമ്മതിക്കും. കാരണം വിജയം പതുക്കെയാണ് വരുന്നതെന്നത് സമയത്തിന്റെ ഗതിയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരല്ല മഹാന്മാർ. അവർ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു: കഠിനാധ്വാനം. അവർക്കറിയാം, കഠിനാധ്വാനം ചെയ്താൽ ഫലം തീർച്ചയായും വരും, കുറച്ച് സമയം മാത്രം മതി. നിങ്ങൾ ഈ ചിന്താഗതി സ്വീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ ദൃഢനിശ്ചയവും ക്ഷമയും കൊണ്ടുവരണം. അത് നിങ്ങളെ നിർത്താതെ, തളരാതെ നിരന്തരം കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിരന്തരം മുന്നോട്ടു പോകുമ്പോൾ വിജയം പതുക്കെ പതുക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷേ ഓർക്കുക, ഈ വിജയം വരുമ്പോൾ അത് നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെയും രൂപം മാറ്റിക്കളയും. നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലം ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും വിജയത്തിന്റെ യഥാർത്ഥ വില കഠിനാധ്വാനത്തിലും പോരാട്ടത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരികയും ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കും. വിജയം ലഭിക്കുന്ന ദിവസം അത് നിങ്ങളുടെ എല്ലാ ക്ഷീണത്തെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും, എല്ലാ നിരാശകളെയും ന്യായീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, യഥാർത്ഥ വിജയം കഠിനാധ്വാനത്തിന്റെ ആ നിശബ്ദതയിൽ നിന്നാണ് വരുന്നത്. അത് എപ്പോഴും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു. 7. സ്നേഹവും ആത്മാഭിമാനവും. സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. നിങ്ങൾ സ്വയം ആദരിക്കുന്നില്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരിക്കലും ആദരിക്കില്ല. ഇതൊരു കൈപ്പേറിയ സത്യമാണ്, പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. നമ്മളിൽ പലരും നമ്മളെത്തന്നെ മോശമായി കാണുന്നു. നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ മൂല്യം അല്ലെങ്കിൽ പ്രാധാന്യം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ചിന്തിക്കൂ, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അതെങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? നിങ്ങൾ സ്വയം നിസ്സാരനായി കണക്കാക്കുകയാണെങ്കിൽ ലോകവും നിങ്ങളെ അതുപോലെ തന്നെ കാണും. നിങ്ങൾ സ്വയം ദുർബലനും പരാജയപ്പെട്ടവനുമായി കരുതുന്നുവെങ്കിൽ ആരും നിങ്ങളെ ഗൗരവമായി എടുക്കില്ല എന്നത് തികച്ചും ശരിയാണ്. പക്ഷേ നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ, നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി മറ്റുള്ളവരിലേക്ക് എത്തും. സ്വയം സ്നേഹിക്കുക, സ്വയം ദുർബലനായി കണക്കാക്കരുത്. ഓർക്കുക, നിങ്ങൾ സ്വയം ആദ്യം ബഹുമാനിക്കുമ്പോൾ ലോകവും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കും. നിങ്ങളുടെ ആത്മമൂല്യബോധം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ ആഴമായ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ സ്വയം സത്യസന്ധനാകുമ്പോൾ, നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള അംഗീകാരം ആവശ്യമില്ല. നിങ്ങളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അടയാളം. നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഒരു പ്രചോദനമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കുന്ന ശക്തി ഇതാണ്. അതുകൊണ്ട് ആദ്യം സ്വയം സ്നേഹിക്കുക, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക, എന്നിട്ട് നോക്കൂ ലോകം നിങ്ങളെ എങ്ങനെ ആദരിക്കുന്നുവെന്ന്. 8. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പരിശീലിപ്പിക്കുക. ട്രെയിൻ യുവർ ബോഡി ആൻഡ് മൈൻഡ്. വെറും തലച്ചോറ് മാത്രം മൂർച്ച കൂട്ടുന്നത് പോരാ, നിങ്ങളുടെ ശരീരവും അത്രത്തോളം ശക്തമായിരിക്കണം. തലച്ചോറിന്റെ ശക്തി നിങ്ങളുടെ ചിന്ത, തന്ത്രം, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയെ ബാധിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ശരീരം ശാരീരികമായി ശക്തമല്ലാത്തിടത്തോളം നിങ്ങളുടെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കാൻ കഴിയില്ല. ശാരീരികമായി ദുർബലരായ ആളുകൾ വേഗം ക്ഷീണിക്കുന്നു, മടിയന്മാരാകുന്നു, അവരുടെ ഊർജ്ജം വേഗം തീർന്നുപോകുന്നു. അവരുടെ മനസ്സും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടണമെങ്കിൽ നിങ്ങൾ മാനസികമായി മാത്രമല്ല, ശാരീരികമായും ശക്തനാകണം. ശാരീരിക ശക്തിയില്ലാതെ നിങ്ങളുടെ തലച്ചോറിനും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ശക്തമായ ശരീരം നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ വ്യായാമം ചെയ്യണം. അതുവഴി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ശക്തിയും ഊർജ്ജവും പ്രവഹിക്കും. അതോടൊപ്പം മെഡിറ്റേഷനും യോഗയും നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും ശ്രദ്ധയും നൽകുന്നു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത്രയും ശക്തിപ്പെടുത്തുക. നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങൾക്ക് ഏത് ബുദ്ധിമുട്ടും എളുപ്പത്തിൽ നേരിടാൻ കഴിയും. വിജയത്തിന്റെ പാതയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക മാത്രമല്ല, ശാരീരികവും മാനസികവുമായ 2 കാര്യങ്ങളിലും ശ്രദ്ധ നൽകണം. നിങ്ങളുടെ ശാരീരിക ശക്തിയും മാനസിക ദൃഢതയും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല. 9. ശരിയായ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക.
ചൂസ് ദ റൈറ്റ് കമ്പനി. നിങ്ങൾ തെറ്റായ ആളുകളോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ അവർ നിങ്ങളെയും തെറ്റായ വഴിയിലെത്തിക്കും. നമ്മുടെ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നമ്മുടെ ജീവിതത്തിൽ ആഴമായ സ്വാധീനമുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാത്ത ആളുകൾ, എപ്പോഴും തമാശകൾ, സമയം പാഴാക്കൽ, അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കൽ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിങ്ങളെയും അതേ വഴിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾ തെറ്റായ കൂട്ടുകെട്ടിലാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളും അവരെപ്പോലെയായി മാറും. നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നത് എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കൂട്ടുകാർ എല്ലാ ദിവസവും സമയം കളയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സ്വയം നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ പുരോഗതിക്കായി നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആളുകളോടൊപ്പം മാത്രം ജീവിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ടു പോകാൻ ദിശാബോധം നൽകുന്നവരും നിങ്ങളുടെ വളർച്ചയിൽ സഹായിക്കുന്നവരും. തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കുക, കാരണം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരിക. നിങ്ങൾ ശരിയായ ആളുകളോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയും മാറും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യങ്ങളുടെയും ദിശയും മെച്ചപ്പെടും. നിങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നത് എന്നതിൽ ശ്രദ്ധിക്കുക. തെറ്റായ ആളുകളിൽ നിന്ന് അകന്നുനിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് ഒരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. 10. ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുക. ടേക്ക് ആക്ഷൻ നൗ. ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കാത്തിടത്തോളം കാലം ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മൾ പലപ്പോഴും വലിയ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്തും മാറുന്നത് നമ്മൾ ആ ചിന്തയെ പ്രവൃത്തിയിലേക്ക് മാറ്റുമ്പോഴാണ്. നിങ്ങൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പക്ഷേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും സ്വപ്നങ്ങളായി തന്നെ നിലനിൽക്കും. മാറ്റം കൊണ്ടുവരാൻ ഉടൻ പ്രവർത്തിക്കുക. ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾ ഇന്ന് എന്താണോ പഠിച്ചത് അതിപ്പോൾ മുതൽ തന്നെ സ്വീകരിക്കാൻ തുടങ്ങുക. ഓരോ പ്രവൃത്തിയും അതെത്ര ചെറുതായാലും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. നാളെ മുതൽ ചെയ്യാം എന്ന മനോഭാവം ഉപേക്ഷിക്കുക, കാരണം നാളെ ഒരിക്കലും വരുന്നില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട്. ഇന്നു മുതൽ തന്നെ നിങ്ങൾ ആ ദിശയിലേക്ക് ചുവടുവെക്കണം. എന്ത് മാറ്റങ്ങളാണോ കൊണ്ടുവരേണ്ടത് അവ ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക. ഇതാണ് നിങ്ങളുടെ സമയം, ഇതാണ് നിങ്ങളുടെ നിമിഷം. മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കരുത്.